ചാടി കടിക്കാൻ പറ്റുന്നു പോടോ. വേദനയുണ്ടാ? മൊത്തത്തിലുള്ള ഈ സെറ്റപ്പ് എന്നിട്ട് നീ ബസ്സിൽ നിന്ന് വീണാണെന്ന് തോന്നണല്ലേ? നീ മാത്രം എന്ത് ബസ്സിൽ നിന്ന് തെറിച്ചു വീഴുന്ന? അത് ബസ് കയറിയപ്പോ പെട്ടെന്ന് ബസ് എടുത്ത് സ്ലിപ്പായി പോയി. സ്ലിപ്പായ? സത്യം പറയടി, നീ ബൈക്കിനല്ലേ വേണം? ബൈക്ക് കൂട്ടറോലും ഓട്ടിക്കാറിനടുത്ത് ഞാൻ അങ്ങനെ ബൈക്കിന് വീഴാനാണ്. ബൈക്ക് ഓടിക്ക് ഇറങ്ങണമെന്നില്ലല്ലോ. ഓട്ടിക്ക് ഇറങ്ങണത്തെ ഏതെങ്കിലും പൊട്ടൻ്റെ ബാഗിൽ കയറി ഇരുന്നാലും പോരെ. അല്ല, ഇത്രയും വലിയ ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടേ നീ എന്ത് ഞങ്ങളെ വിളിക്കാത്ത? അതൊന്ന് നീ അച്ഛൻ അറിഞ്ഞ വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചു. അതാ പറയാത്ത. മൊത്തത്തിയൊരു വശപ്പശ കൊണ്ടല്ലേ? ഒരു വശവുമില്ല. നീ അത് CBI ചോദ്യം ചെയ്യ. പോടാ. പിടിച്ചോളാം. അമ്മ ഇവനെ പഠിക്കാൻ സമ്മതിക്കല്ല. എക്സാം ആണ്. അയ്യടാ, ഇങ്ങനെ ഇടുമ്പോണ്ടല്ലേ IELTS എക്സാം എഴുതാൻ പോണത്. ഞാനേ തിരുവനന്തപുരത്ത് വിളിച്ച് ചോദിച്ചാലോ എക്സാം മാറ്റി വെക്കാൻ? തെണ്ടി, നിന്നെ കളിയൊക്കെ കൊല്ലടാ. കാണിച്ചുതരാം. കതിന വടി പോടാടേ വിതുര വരെ പോവാടേ. ഒട്ടും കഴുത്തെടുക്കാൻ വയ്യേ. ഇങ്ങനെ ആക്കി നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി നോക്ക്. പറ്റില്ല. ബൂം ബൂം റോബോട്ട റോബോട്ട പറ്റുമോ? പോടാം. എൻ്റെ കഴുത്തൊന്ന് ശരിയാവട്ടെ, കാണിച്ചുതരാം. നിനക്കേ ഇത്രയൊന്നും ഉണ്ട പോരാ. പിന്നെ ഇവൻ്റെ കഴിഞ്ഞ ഫോട്ടോയിൽ കൊള്ളാപ്പെടാത്തുണ്ടോ? ഇനി ഫോട്ടോ എടുത്തിടണമെങ്കിൽ കൊള്ളാപ്പെടണം കേട്ടോ. വയ്ക്കല്ലേ വയ്ക്കല്ലേ, ചുമ്മാ അറിഞ്ഞല്ലേ. എന്തോ ആരും ഇറങ്ങി നീ പറ. എണ്ണയാ? നീ വിചാരിച്ച അങ്ങനെ എന്നെ വീഴ്ത്താൻ പറ്റൂല. അയ്യോ, നടുവേദന ഉണ്ടോ? പാവം. നിനക്കേ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ നോക്കിക്കേ. ഇങ്ങനെ 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 കാണിക്കാൻ പറ്റുമോ നോക്കിക്കേ. റോബോട്ട് 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 റോബോട്ട്. ബാക്കിയേ പിന്നെ വന്നിട്ട് കാണിച്ചു തരാമേ. എടി സാമൂതിരമൊക്കെ എഴുതിപ്പിച്ചിട്ടില്ല പോടി. ഒന്ന് പാടാ അവിടെ. ഹലോ, പറയടാ. എടി, IELTSന്റെ റിസൾട്ട് വന്നായിരുന്നു, അറിഞ്ഞാ? ആണോ? എത്ര ബാൻഡ്? ബാൻഡ് നിനക്ക് 6, എനിക്ക് 5.
ഈ മാർഗം വെച്ചോണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനാന്തോ എനിക്ക് തോന്നണ്ട. അയ്യോ, അപ്പൊ നമ്മൾ എങ്ങനെ പോവും? എവിടെ? നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം. ബാക്കി എല്ലാത്തിനും മാർക്കുണ്ടായിരുന്നു. സ്പീക്കിംഗ് ആണ് എന്നെ ചതിച്ചത്. അയ്യേ, സ്പീക്കിങ് കഷ്ട. അമ്മ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും സംസാരിക്കാറും കൂടെ ഇവളൊക്കെ കാനഡയെ പറ്റി എന്ത് കാണിക്കാനാണ്? പിന്നെ ഇങ്ങനത്തുള്ള സ്നേഹം കൊണ്ട് പറയുന്നു, ഈ 10-15 ലക്ഷം രൂപയും കൊടുത്ത് ഇവളെ കാനഡ അയച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ പൈസ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് വിത്തിൻ ഇയേഴ്സ് കോടിയിൽ ഞാൻ തിരിച്ചു തരും. കോടിയിൽ. അന്ന് വേണമെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എവളെയും കൂടെ നിർത്താം. അസിസ്റ്റന്റ് പോടാ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് വെച്ചാലേ ഇത് വെറും ആയിട്ട് ആക്ഷൻ ഉണ്ടാക്കുന്ന പോലൊന്നും അല്ല. ഈ പറയുന്ന നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് me. Miss Arya Srikandan, after a great consideration and consultation, I came to the conclusion that the socialist solution was a great botheration to the Indian nation whose chief occupation was cultivation and irrigation. But with further contemplation and deliberation, I discovered that without globalization exploration, there cannot be optimization to make India's transformation to a superpower nation. അയ്യേ, അമ്മ ഇത് എന്തോന്ന് കണ്ടിട്ട്? ഇത് സിനിമയുടെ ഡയലോഗാണ്. സിനിമ ഡയലോഗായത് എന്റെ മോൻ പറയണ കേട്ടാ. നിനക്ക് ഇതുപോലെ പറയാൻ പറ്റൂ? Of course not. എടാ അവക്കും കൂടി ഇതൊന്ന് പറഞ്ഞു വിടറാ. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ട്. അമ്മ അമ്മ പറഞ്ഞോണ്ട് മാത്രം. ഇത് ഡിയോലിംഗോ, ഒരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ്. ഞാൻ എൻ്റെ ഫോറിൻ ക്ലൈൻസുമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇതിലെ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ക്ലൈൻ്റാ നിനക്കാ? ഏയ് കിളത്താതെ, ഇവിടെ ശ്രദ്ധിക്കും. പണ്ട് എനിക്ക് എവളെ പോലെ ബേസിക് ഇംഗ്ലീഷ് മാത്രമേ അറിയായിരുന്നുള്ളൂ. ബട്ട് ത്രൂ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഐ ഹാവ് ലേൺ മച്ച് മോർ ആൻഡ് ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ എവറി ഡേ. ഇതിനകത്തുള്ള ചില സിമ്പിൾ എക്സസൈസ് ഡെയിലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്നെ പോലെ നല്ല സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. പിന്നെ ഈ ആപ്പിൻ്റെ അത് റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ് അങ്ങനെ പല ഏരിയ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എക്സാമിന് മുമ്പ് ഇതൊക്കെ നോക്കിയിട്ട് പോയാൽ നിനക്ക് കൊള്ളാം. അണ്ടർസ്റ്റാൻഡ്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടേ. നീ വേഗം അതിനെ ഡൗൺലോഡ് ചെയ്യ്. പറന്നു 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 ചെല്ല പറ്റത്ത കാടുകളിൽ കൂടുന്നു ഹലോ, എടാ ഒരു 5 മിനിറ്റ്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ആരാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അത് എൻ്റെ ഫ്രണ്ട് ശ്രേയ ബസ് സ്റ്റോപ്പിൽ എത്തിയാണ്. എടി ശ്രേയ, ഞാൻ അങ്ങോട്ട് വരുവാണേ. വേണ്ടി ഞാൻ ബസ്സിൽ കയറി പോയി. ആ വന്നാ ഇതാ പിടിച്ചോ, പോവാം. ആൾക്കാര് അപ്പൊ നീയാണ് വണ്ടി ഓടിക്കാൻ ഇറങ്ങണത് എന്റെ അനിയത്തെ തള്ളിയിട്ടല്ലേ? നീ ഇറങ്ങടാ, നിങ്ങൾക്ക് ആള് മാറിയിടാ. ഇറങ്ങടാ, ഓടണം ഓടണം ഓടണം. നിനക്ക് ആരെയും എങ്ങനെ അറിയാം? ഞാൻ കാണിച്ചു തരാം. ഓടാൻ കിട്ടും. ഈ വണ്ടി കയറാനോ അവിടെ നിന്ന് അമ്മരുന്ന വണ്ടിക്കൂലി മാഞ്ചോട് വരണല്ലേ? അയ്യോ അവളെ വിട്. അയ്യോ ബൈക്ക്, അയ്യോ അന്ന് സത്യം നീ ഏരി കണ്ടു അമ്മച്ചാണ് സത്യമാണ്. നിന്നെ ലൈനടിച്ചപ്പോഴേ ആള് പൊട്ടനാണെന്ന് മനസ്സിലായി.
പക്ഷെ ഒരു പേടിത്തോറി കൂടെ ആയിരിക്കും അത് വിചാരിച്ചില്ല. ചെറുതായിട്ട് അത് വരട്ടിയപ്പോഴത്തേക്ക് മൊബൈലും ബൈക്കും താണ്ട ഉടുതുണി വരെ ഓടി ഇറങ്ങിയിട്ട് ഓടിക്കും. ഇവനെയും വിശ്വസിച്ചാണോ നീ കാനഡയിൽ പോകുന്നത്? ഏറ്റവും വലിയ കോമഡി എന്തെന്നറിയാം, അവരുടെ അടുത്ത് ആരും ചോദിച്ചപ്പോഴേ അവൻ പറഞ്ഞു അവരെ അറിഞ്ഞൂടാന്ന്. അങ്ങനെ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും അവനെ കാണണമെങ്കിലേ ഇതൊക്കെ അവനെ ഏൽപ്പിച്ചേക്കണേ. അവക്ക് കാനഡയിൽ പോകാൻ വിഷയമൊക്കെ ശരിയായി. അപ്പുറത്തെ രേണു ചേച്ചി പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം കാനഡയിലൊന്നും പഴയ പോലത്തെ സ്കോപ്പ് ഇല്ലെന്നാണ് കേട്ടെ. അതുമല്ല ഈ കെട്ടുപ്രായ പിള്ളേരൊക്കെ ഇപ്പം അങ്ങോട്ട് വിടണോ ചേച്ചി? അവൾക്ക് അവിടെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവള് പോട്ട്. ചേച്ചിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞൂടാത്തോണ്ടാ. എൻ്റെ ചേച്ചിയുടെ മോള് അവൾ കാനഡയിൽ പോയിട്ട് അവസാനം എന്തായി? ഏതോ സായിപ്പുമായിട്ട് ലിവിങ്, അവസാനം ഗർഭിണിയായിട്ടാണ് നമ്മളറിഞ്ഞത്. എന്നിട്ട് കൊച്ചാണോ പെണ്ണാ? അതിപ്പം പുറത്തൊന്നല്ലേ അറിയാൻ പറ്റും. ചേച്ചി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കൊള്ളാം. എന്തൊരു വർത്താനം ചേച്ചി? ചേച്ചിയുടെ വീട്ടിൽ നടക്കണമല്ലോ നാട്ടിലെ വീട്ടിലെല്ലാം നടക്കണമെന്ന് പറഞ്ഞാൽ അതുമല്ല നശിക്കണം എന്നുള്ളവർ എവിടെ ചെന്നാലും നശിക്കും. അതിന് കാനഡ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല നീ ബിടെക് പാസ്സായിരുന്നു? അയ്യോ അത് അമ്മ പറഞ്ഞില്ലായിരുന്നാ? ഇത്തവണ 2 ഡിസ്റ്റിങ്ഷൻ ഒരു ഗോൾഡ് മെഡലും ഉണ്ട്. ഓ പുതിയതാണല്ലേ? നീ രക്ഷപ്പെട്ട് കണ്ടാൽ മതി. ചേച്ചി ഞാനേ പോയിട്ട് നാളെ വരാം. വേണ്ട, ചിക്ക് പൊക്ക് ഫ്രൈയേ കടിച്ചിട്ട് കീറടി ആടിയേ. കുട്ടിയുടെ സ്പെഷ്യൽ മണത്തോണ്ടിരിക്കാതെ വേഗം ഇങ്ങോട്ട് മുട്ടും. എനിക്ക് താടാ പ്ലീസ് ഇങ്ങോട്ട്. അമ്മ എനിക്ക് വേണ്ടിട്ടല്ലേ ചിക്കൻ വാങ്ങിക്കാന്ന് പറഞ്ഞു. ലെഗ് പീസ് തരാൻ പറ അമ്മ. നീ അതിന് അവക്ക് കൊടു. അവൾ ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. പാക്കിങ് കഴിഞ്ഞ അടിപൊളി. അമ്മ നാളെ പോലെ ഈ റൂം എനിക്കാണേ. എവിടെ സാധനങ്ങളെല്ലാം മിച്ചേരിപ്പുണ്ടെങ്കിൽ എടുത്ത് വിളയി കളഞ്ഞോളൂ ഇപ്പൊ തന്നെ. അയ്യേ ഈ വൃത്തിയോടൊന്നും എന്റെ റൂമിൽ കയറ്റല്ലേ, എന്റെ റൂം ഇല്ലാതാവും. നിന്റെ റൂം? നിനക്കിനി വീട്ടിൽ റൂമൊന്നുമില്ല, അതൊക്കെ കാനഡയിൽ. 2 എണ്ണം ഒന്ന് അലക്കാതിരിക്കോ? ഇതാ അച്ഛൻ ഡൽഹിയിൽ നിന്ന് നിനക്ക് അയച്ചതാ. അല്ല നിന്റെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റാ? എന്തിന്? ഇത്രയും പൈസ മുടക്കി പഠിക്കാൻ അയക്കണ പാടി ചെലവാണ്. ഗിഫ്റ്റ് അമ്മ ഈ പെണ്ണിന് ഒറ്റയ്ക്ക് കാരണം വരെ പോയി ജീവിക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയ ഇവിടെ അങ്ങനെ വിട്ട് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നിട്ടാ ടെൻഷനുണ്ടാ? ടെൻഷനാ? എന്തിനി? ഇവളുമാരൊക്കെ വിചാരം പറഞ്ഞാൽ കാനഡയിൽ എന്തോ വലിയ കുന്തം ഇരിക്കണമെന്നാണ്. ആണ് ഈ കെട്ടിയെടുത്ത് പോണത്. എന്താവും എന്തോ. അമ്മ എന്തായാലും 3-4 സെക്ടർ കൂടെ എടുത്ത് വെച്ചാൽ അവിടെ -4 ഡിഗ്രി എന്നൊക്കെയാണ് കേട്ടത്. ഇതും കൂടെ അകത്ത് വെച്ചാൽ ഇത് അവള് ചോദിച്ചപ്പോ കൊടുത്താൽ പറയാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് അവള് കാനഡയിൽ ചെല്ലുമ്പോ കണ്ടാൽ മതി. അടിയിൽ വെച്ചു. അഡ്മിഷൻ പേപ്പറിലും എടുത്താ മോളുടെ ഫ്രണ്ടിന്റെ നമ്പറിൽ വാങ്ങിച്ചു വെച്ചല്ലേ? പോയോണ്ട് വിളിക്കണേ മക്കളെ.
വിളിക്കും. അറിയാതെ ആ പാസ്പോർട്ടും ടിക്കറ്റ് മിസ്സാക്കി എടുത്തല്ലേ അല്ലേ? അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സുല്യങ്ങളൊന്ന് പിക്ക് ചെയ്തോളൂ. ഇൻ്റർനാഷണൽ റോമിങ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ സിം ഉടനെ എടുത്തോളാം കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ? പിന്നെ ഈ കാനഡയിൽ പോയ ശേഷം നിനക്ക് വല്ലാണ്ട് മിസ് ചെയ്യണം നമ്മ ഇറങ്ങി. സത്യം തന്നെ. അയ്യ, നിന്നെ മിസ് ചെയ്യാനാ. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് മനസ്സമാനം കിട്ടിയത്. സത്യം പറഞ്ഞ ചേട്ടൻ ഇല്ലതിപ്പോ ഭയങ്കര ബോറടിയാ. ഇതുപോലെ നിങ്ങൾ നിങ്ങളെ കൂടപ്പിറപ്പിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണേ. പിന്നെ SKG ടോക്സിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.